വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പൊ നമ്മുടെ ബേസിക് സയൻസിൽ ഓണോ എക്സാമിന് മുന്നേ നമ്മൾ കവർ ചെയ്യേണ്ട അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ ലോകം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലെ. ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്ററിന്റെ അകത്തുനിന്ന് ആക്ടിവിറ്റീസ് നമ്മുടെ എക്സാമിന് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ മക്കൾ എന്ത് ചെയ്യാം, മാക്സിമം 7th പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കരുത്, വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇലക്ട്രിക് സർക്യൂട്ടുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ എന്തൊക്കെയാ കാണുന്നത്? ഈ കാണുന്നത് ഒരു സെല്ലാണ് അല്ലെ. അപ്പൊ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെ, അതിന്റെ ഒരു സോഴ്സ് ആണ്, സ്രോതസ്സാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഇനി ഇവിടെ കാണുന്നത് എന്താ, ഇതൊരു ബൾബാണ്. അതായത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് അല്ലെ. ഇവര് രണ്ടുപേരും ഇങ്ങനെ നിന്നതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ബൾബ് എന്ത് ചെയ്യാൻ പോകുന്നില്ല, കത്താൻ പോകുന്നില്ല. കണ്ടില്ലേ നിങ്ങൾ സാഡ് ആയിട്ടിരിക്കുന്നേ. എന്നാൽ ഇവര് രണ്ടുപേരെയും ഒരു കണ്ടക്ടിങ് വയർ ഉപയോഗിച്ച്, ഒരു ചാലക കമ്പി ഉപയോഗിച്ചുകൊണ്ട് നമ്മളിതാ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിവൈസ് വർക്ക് ചെയ്യും. ഈ കാണുന്ന പോലെ നമ്മുടെ ബൾബ് ഗ്ലോ ചെയ്യാൻ തുടങ്ങും അല്ലെ. അപ്പൊ ഈ കാണുന്നത് എന്താണ്, ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് ആണെന്ന് നമുക്ക് പറയാം. പൂർത്തിയായിട്ടുള്ള ഒരു സർക്യൂട്ട് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ പറയുന്ന ഡിവൈസും ഈ പറയുന്ന സോഴ്സും അതിനെ കണക്ട് ചെയ്യുന്ന ഒരു വയറും ഒക്കെ ഇതാ മസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. എന്നാൽ നേരെ മറിച്ച് ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കിയേ. ഇവിടെ തന്നെ നിങ്ങൾക്ക് എഗെയിൻ 2 പിക്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഈ 2 പിക്ചേഴ്സിലും കോമൺ ആയിട്ട് നിങ്ങൾ നോക്കിയേ, ഒരു സെല്ലുണ്ട്, അതായത് സോഴ്സ് അവിടെ ഉണ്ട്. ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ്, ഒരു ബൾബ് അവിടെ ഉണ്ട്. ഇതിനെ കണക്ട് ചെയ്യുന്ന സെയിം അല്ലെ വയറും അവിടെ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം? ഇവിടെ ഈ ഒന്നാമത്തെ സർക്യൂട്ട് നിങ്ങൾ നോക്കുക. അവിടെ നമ്മുടെ ബൾബ് എന്ത് ചെയ്തിട്ടില്ല, ബൾബ് കത്തിയിട്ടുണ്ടോ? ഇല്ല, ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല അല്ലെ. പക്ഷെ രണ്ടാമത്തെ പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ബൾബ് എന്ത് ചെയ്തിട്ടുണ്ട്, കത്തുന്നുണ്ട്. എന്തായിരിക്കും ഇതിന്റെ റീസൺ? ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഈ പിക്ചർ ഒന്ന് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്ന കാര്യം തന്നെയാണ് അല്ലെ. കാര്യം ഇവിടെ ഈ 2 പിക്ചേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്. അതായത് ഈ പിക്ചറിൽ നോക്കിയേ നിങ്ങൾ, ഈ പിക്ചറിന്റെ അകത്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്പണിംഗ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇതിങ്ങനെ തുറന്ന് അങ്ങോട്ട് കിടക്കുകയാണ് അല്ലെ. എന്നാൽ ഈ രണ്ടാമത്തെ ചിത്രം നിങ്ങൾ നോക്കിയേ. രണ്ടാമത്തെ ചിത്രത്തിൽ എവിടെയെങ്കിലും നമുക്കൊരു ഗ്യാപ്പ് കാണുന്നുണ്ടോ? എവിടെയെങ്കിലും നമുക്കൊരു ഓപ്പണിംഗ് കാണുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്. കാര്യം ഈ കാണിച്ചിരിക്കുന്ന ആദ്യത്തെ പിക്ചർ എന്ന് പറയുന്നത്, ഇപ്പൊ മിസ് പറഞ്ഞില്ല ആ പേര് എന്താണ്, തുറന്നു കിടക്കുകയാണെന്ന്. അതായത് ഇതൊരു തുറന്ന സർക്യൂട്ടാണ്, ഓപ്പൺ സർക്യൂട്ട് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ രണ്ടാമത് മക്കള് കാണുന്നത് ഇവിടെ നോക്കി, ഇവിടെ ഒരു ഓപ്പണിങ്ങും ഇല്ലാന്ന് മിസ് പറഞ്ഞു അല്ലെ. അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന ഒരാളാണ്. സോ ഇതിനെ നമ്മൾ വിളിക്കുക അടഞ്ഞ സർക്യൂട്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് സർക്യൂട്ട് എന്നാ. അപ്പൊ ഇത് പേരിൽ നിന്ന് തന്നെ പഠിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഈ കാണുന്നത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ്, ഈ കാണുന്നത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. ഓപ്പൺ സർക്യൂട്ടിൽ, ഓപ്പൺ തുറന്ന സർക്യൂട്ട് ആണ്, അതിനകത്ത് ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ ഡിവൈസ് വർക്ക് ചെയ്യില്ല അല്ലെ. എവിടെയോ ഒരു കണക്ഷൻ പ്രശ്നം വന്നിട്ടുണ്ട് അവിടെ, അതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിനകത്ത് നമ്മുടെ ഡിവൈസ് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ, നമുക്ക് ക്ലോസ്ഡ് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടും ഉണ്ട്. ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നത്, സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ് വൺ if it is complete. If the circuit is not complete, it is an open circuit. Electric devices can work only in a closed circuit. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നേ? ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതൊരു ക്ലോസ്ഡ് സർക്യൂട്ട്, അതൊരു അടഞ്ഞ സർക്യൂട്ട് ആയിരിക്കും. അപ്പൊ അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ എന്ത് വർക്ക് ചെയ്യുള്ളൂ, ഒരു ഡിവൈസ് വർക്ക് ചെയ്യുള്ളൂ. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് അല്ല എന്ന കാര്യം. ഈ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ വേണ്ട സോഴ്സും ഡിവൈസും വയറും ഒക്കെ ഉണ്ട്, എന്നാൽ പോലും അത് കംപ്ലീറ്റ് ആവില്ല. കാര്യം അവിടെ എന്ത് വന്നിട്ടുണ്ട്, ഓപ്പണിംഗ് വന്നിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി ഫ്ലോ നടക്കുന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ ഡിവൈസ് വർക്ക് ചെയ്യില്ല. ഈ പോയിന്റ് ആണ് ഇവിടെ എന്റെ മക്കള് കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനെ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആക്കണം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് ബൾബ് കത്തിച്ചാൽ മതി, അല്ലാത്തപ്പോ അത് ഓഫ് ആക്കി ഇടണ്ടേ നമുക്ക്. അപ്പൊ ബൾബ് കത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ടിനെ നമുക്ക് ക്ലോസ്ഡ് ആക്കണം. ബൾബ് ഓഫ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർക്യൂട്ടിനെ എന്ത് ചെയ്യുക, ഡിവൈസ് വർക്ക് ചെയ്യിപ്പിക്കാണ്ടിരിക്കുക, അതായത് സർക്യൂട്ടിനെ നമ്മൾ ഓപ്പൺ ആക്കി മാറ്റുക. അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സർക്യൂട്ടില് നമ്മൾ ആരെ ആഡ് ചെയ്ത് കൊടുക്കുന്നേ, നമ്മുടെ സ്വിച്ച്
സ്വിച്ചിനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നത്, ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ ഓൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സർക്യൂട്ടിനതാ ഈ കാണുന്ന രീതിയിൽ നമ്മൾ എന്താക്കി മാറ്റുക, അങ്ങ് അടച്ചേക്കാലെ അടഞ്ഞ സർക്യൂട്ട് ആയിട്ട് മാറ്റുക, അല്ലെങ്കിൽ ക്ലോസ്ഡ് സർക്യൂട്ട് ആയിട്ട് മാറ്റുക. അവിടെ നമ്മുടെ ഡിവൈസ് വർക്ക് ചെയ്യും. എന്നാൽ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ സ്വിച്ച് ഓഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, കണ്ടോ നിങ്ങൾ ഇവിടെ ഒരു ഓപ്പണിംഗ് കണ്ടോ, അതായത് നമ്മുടെ സർക്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ഓപ്പൺ സർക്യൂട്ട്, ഒരു തുറന്ന സർക്യൂട്ട് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സർക്യൂട്ടിൽ എന്ത് ചെയ്യില്ല, ബൾബ് കത്തില്ല. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇത് എന്ത് ചെയ്ത് കൊടുക്കാം, മാറ്റി മാറ്റി ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വീടുകളിലും എല്ലായിടത്തും നമ്മളെ സ്വിച്ചുകൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, ക്ലോസ്ഡ് സർക്യൂട്ട് ആക്കിയാൽ മതി. അപ്പോഴേ ഡിവൈസ് വർക്ക് ചെയ്യുള്ളൂ അല്ലെ. എനിക്ക് വേണ്ടാത്ത സമയത്ത് ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു, ഓപ്പൺ സർക്യൂട്ട് ആക്കി മാറ്റുന്നു. അപ്പൊ ഞാൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ ഈ കാണുന്ന പോലെ അതൊരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട്, ഒരു തുറന്ന സർക്യൂട്ട് ആയിട്ട് മാറിക്കോളും. അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഡിവൈസും വർക്ക് ചെയ്യില്ല അല്ലെ. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ സ്വിച്ച് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാ മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നോക്കാം. വാട്ട് ഈസ് ദ റീസൺ എ ബൾബ് ഡസ് നോട്ട് ഗ്ലോ? ബൾബ് പ്രകാശിക്കാത്തതിന്റെ കാരണം എന്ത്? ഇവിടെ ഇതാ ഈ ഒരു പിക്ചറിൽ ബൾബ് പ്രകാശിക്കാത്തതിന്റെ, ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല അല്ലെ, അതിന്റെ റീസൺ എന്താണെന്നാ ചോദിച്ചത്. ചിത്രം നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ഉത്തരം കിട്ടും. അപ്പൊ കൃത്യമായിട്ട് എന്താണ് ആൻസർ എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ മക്കളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് ആപ്പിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് അഗെയിൻ നമുക്കൊരു 10% ഓഫർ വരുന്നുണ്ട്. അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും, ഓണോ എക്സാം ആണ്, അപ്പൊ അതിന് മുന്നേ തന്നെ ജോയിൻ ചെയ്യാം. മോഡൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ നിങ്ങളെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞ കാര്യം മറക്കണ്ട, ക്വസ്റ്റ്യന്റെ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.